Good morning. Good morning, teacher. Good morning. Okay. ഇനി മുതല് നിങ്ങളുടെ ടൈമിൽ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയായിരുന്നല്ലോ. 10:30 കേട്ടോ ക്ലാസ് ഇനി. ഓക്കെ, 10:30 to 11:30, 11:30 to 12:30. ടീച്ചർ എല്ലാ ദിവസവും അങ്ങനെയല്ലേ? അതെ, ഇവിടെ കുറെ ബാച്ചുകൾ നമുക്ക് പുതിയത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ടൈം നിങ്ങളുടെ ഒന്ന് ചേഞ്ച് ചെയ്തതാ കേട്ടോ. 10:30 ക്ലാസ്സുകൾ. ഓക്കെ, തുഷാര, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്. ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മള് എവിടെ വരെയൊക്കെയാ പറഞ്ഞു നിർത്തിയത്? ലീസിങ് തുടങ്ങിയില്ലായിരുന്നല്ലേ? ഓക്കെ, കഴിഞ്ഞ ദിവസം നമുക്ക് പെട്ടെന്ന് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യേണ്ട വന്നു. എന്താണെന്ന് എനിക്കറിയില്ല, പെട്ടെന്ന് വയ്യാതെ ആയതുകൊണ്ടാണ് കേട്ടോ. നിങ്ങക്ക് പറഞ്ഞില്ലായിരുന്നു അവിടെ? ഇൻഫർമേഷൻ തന്നില്ലായിരുന്നോ? ഓക്കെ, നമ്മള് ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞായിരുന്നോ? അവിടെ വരെയല്ലേ പറഞ്ഞു നിർത്തിയതായിരുന്നേ? ഡിസ്അഡ്വാൻറ്റേജസ് ഇൻ ബൈയിങ് ആൻ ഓൾഡ് എക്യുപ്മെന്റ്. ഒരു ഓൾഡ് എക്യുപ്മെന്റ് നമ്മൾ മേടിക്കുമ്പോൾ അതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നുള്ളത് 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് ഏതായിരുന്നു? എക്കണോമിക് ലൈഫ് പീരീഡ് ഓഫ് പർട്ടിക്കുലർ എക്യുപ്മെന്റ് cannot be ascertained. അതിന്റെ സാമ്പത്തിക കാലയളവ് നമ്മൾ പഴയ എക്യുപ്മെന്റ് വാങ്ങുന്നത്, അപ്പൊ അതിന്റെ നമ്മളൊരു പുതിയത് വാങ്ങുന്നതിനെ വെച്ച് ഡിപ്പെൻഡ് ചെയ്ത് നോക്കുമ്പോൾ ആ പഴയ എക്യുപ്മെന്റ് നമ്മൾ വാങ്ങുന്നതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് എന്നുള്ളതാ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എക്കണോമിക് ലൈഫ് പീരീഡ് ഓഫ് പർട്ടിക്കുലർ എക്യുപ്മെന്റ് cannot be ascertained. സാമ്പത്തിക ജീവിത കാലയളവ് നമുക്കത് ഇത്ര നാള് നിൽക്കും എന്നുള്ളത് നിർണ്ണയിക്കാൻ കഴിയില്ല. നമുക്ക് ഇത്ര നാൾ അത് ഗ്യാരണ്ടി അല്ലെങ്കിൽ ഇത്ര നാൾ വർക്ക് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് അതിന്റെ എക്കണോമിക് ലൈഫ് പീരീഡ് കറക്റ്റ് ആയിട്ട് നമുക്ക് നിർണ്ണയിക്കാൻ കഴിയില്ല. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. രണ്ടാമത്തെ പറഞ്ഞത് നോ ആഫ്റ്റർ സെയിൽ സർവീസ്. പിന്നെ അതിന് എന്താ പറയാ, വിൽപ്പനാനന്തര സേവനം. അപ്പൊ നമ്മളത് മേടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ സർവീസ് ഇല്ല. പിന്നെ നമ്മള് എന്തെങ്കിലും കംപ്ലൈന്റ്സോ കാര്യങ്ങളോ വന്നാൽ പിന്നെ അത് എന്താ പറയാ, അതിന്റെ സർവീസ് പിന്നെ കിട്ടില്ല എന്നാണ്. വിൽപ്പനാനന്തര സേവനം അവിടെ ലഭിക്കുന്നില്ല. പിന്നെ തേർഡ് വൺ പറഞ്ഞത് മെയിൻ്റനൻസ് ചാർജസ് ഹൈ. മെയിൻ്റനൻസ് ചെയ്യാനുള്ള ചാർജ് കൂടുതലായിരിക്കും. നമ്മൾ പുതിയത് നന്നാക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ വരും. പഴയത് വാങ്ങി അത് നമ്മൾ നന്നാക്കാൻ കൊടുക്കും മെയിൻ്റനൻസ് വർക്ക് വരുമ്പോൾ. മെയിൻ്റനൻസ് ചാർജസ് ഹൈ. ഓക്കെ, ഇത് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്താണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ലീസിംഗ് ആണ്. ലീസിംഗ്, LEASING. എന്താ ലീസിംഗ് എന്ന് പറഞ്ഞാ? വാട്ട് യു മീൻ ബൈ ലീസിംഗ്? കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വേർഡ്? വാടകയ്ക്ക് കൊടുക്കുന്നത്. നമ്മൾ റെന്റിന് കൊടുക്കൂലേ എന്തെങ്കിലും സാധനങ്ങളൊക്കെ? ഇപ്പൊ ഇത്ര ദിവസത്തേക്ക് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നതിനെയാണ് ലീസിംഗ് എന്ന് പറയുന്നത്. ലീസിംഗ് ഓഫ് ആൻ എക്യുപ്മെന്റ്. ഓക്കെ, leasing is a process by which the right to handle an equipment changes, but ownership doesn't change. നോക്കിയേ, ലീസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഈസ് എ പ്രോസസ് ബൈ വിച്ച് റൈറ്റ് ടു ഹാൻഡിൽ ആൻ എക്യുപ്മെന്റ് ചേഞ്ച്. ഒരു ഉപകരണം, നമുക്കൊരു എക്യുപ്മെന്റ് കൈകാര്യം ചെയ്യാനുള്ള അവകാശം മാറുന്ന ആ പ്രോസസ്സാണ് ലീസിംഗ് എന്ന് പറയുന്നത്. പക്ഷെ അവിടെ എന്താ പ്രത്യേകത? ഓണർഷിപ്പ് ഡസന്റ് ചേഞ്ച്. അതിന്റെ ഓണർഷിപ്പ് മാറുന്നില്ല. ഇപ്പൊ എന്റെ കയ്യിൽ എന്തെങ്കിലും എക്യുപ്മെന്റ് ഉണ്ട്, ഞാനത് ജിനുവിന് ഇപ്പൊ ഇത്ര ദിവസത്തേക്ക് ഞാൻ റെന്റിന് തരിക. അപ്പൊ വെച്ചാൽ അതിന്റെ ഹാൻഡിൽ ചെയ്യാനുള്ള അവകാശം ഇത്രയും നാള് ഞാനായിരുന്നു അത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇനിയിപ്പോ കുറച്ച് ദിവസത്തേക്ക്, ഇപ്പൊ ഞാൻ 2 ദിവസത്തേക്ക് ജിനുവിന് ഞാനത് ലീസിങ്ങിന് തന്നേക്കാം. അപ്പൊ എന്ന് പറഞ്ഞാൽ ജിനുവിനായിരിക്കും ആ 2 ദിവസം അത് ഹാൻഡിൽ ചെയ്യാനുള്ള അവകാശം. പക്ഷെ എന്താ? ഓണർഷിപ്പ് ഡസന്റ് ചേഞ്ച്. ഓണർഷിപ്പ് മാറുമോ? അത് എന്റെ ഒരു എക്യുപ്മെന്റ് തന്നെയല്ലേ, എന്റെ ഒരു മുതൽ തന്നെയല്ലേ.
ഓണർഷിപ്പ് മാറുന്നില്ല. അതാണ് ലീസിംഗ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് ദ റൈറ്റ് ടു ഹാൻഡിൽ ആൻഡ് എക്യുപ്മെന്റ് ചേഞ്ചസ്. ഒരു എക്യുപ്മെന്റ് കൈകാര്യം ചെയ്യാനുള്ള അവകാശം മാറുന്ന ആ പ്രോസസ്സ്. ബട്ട് ദ ഓണർഷിപ്പ് ഡസൻ ചേഞ്ച്. എന്നാൽ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നില്ല. ക്ലിയർ ആയത്? ഓക്കെ. ഇനി രണ്ട് ടേംസുകൾ ഇവിടെ വരുന്നുണ്ട്, നോക്കിയേ. ഇറ്റ് ഈസ് ബിറ്റ്വീൻ ലെസ്സോ, LESSOR ഉണ്ട്, ആർ അവിടെ പ്രൊനൗൺസിയേഷൻ അങ്ങനെ വന്നില്ല. ലെസ്സോ എന്നാ പറയുന്നത്. ലെസ്സോ എന്ന് പറഞ്ഞ പേഴ്സൺ ഹു ഗീവ്സ് എക്യുപ്മെന്റ് ഫോർ ലീസ്. ലീസിന് എന്താ പറയാ, ലീസിന് പാട്ടത്തിന് കൊടുക്കുന്ന ആ ഇത്, പേഴ്സൺ ഹു ഗീവ്സ് എക്യുപ്മെന്റ് ഫോർ ലീസിന് കൊടുക്കുന്നത്, പാട്ടത്തിന് കൊടുക്കുന്ന ആളെയാണ് ലെസ്സോ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ദ പേഴ്സൺ ഹു ഗീവ്സ് ദ എക്യുപ്മെന്റ് ഫോർ ലീസ്. ലീസിങ്ങിന് കൊടുക്കുന്ന ആ പേഴ്സണെ എന്താ പറയുന്നത്? ലെസ്സോ എന്ന് പറയും. ലെസ്സോ. ആൻഡ് ലെസി, നെക്സ്റ്റ് വരുന്നതാണ് ലെസി. പേഴ്സൺ ഹു അക്വയർ എ പർട്ടിക്കുലർ എക്യുപ്മെന്റ്. ആ പ്രത്യേക ഉപകരണം, ആ എക്യുപ്മെന്റ് ഏറ്റെടുക്കുന്ന ആള്, അക്വയർ ചെയ്യുന്ന ആളെയാണ് ലെസി എന്ന് പറയുന്നത്. ആ രണ്ട് വേർഡ്സ് ക്ലിയർ ആയോ? ലെസ്സോ എന്ന് പറഞ്ഞ ആരാ? എക്യുപ്മെന്റ് ലീസിന് കൊടുക്കുന്ന ആള്. ഓക്കെ, എക്യുപ്മെന്റ് ലീസിന് കൊടുക്കുന്ന ആളാണ് ലെസ്സോ എന്ന് പറയുന്നത്. ആൻഡ് ലെസി എന്ന് പറയുന്നത് ആ എക്യുപ്മെന്റ് അക്വയർ ചെയ്യുന്ന ആളെ, ഏറ്റെടുക്കുന്ന. ഇപ്പൊ ഞാൻ തുഷാരിക്ക് ഞാൻ തരികയാണെങ്കിൽ ഞാൻ ആരാ? ലെസ്സോ അല്ലെ? ഞാൻ തരുന്ന വ്യക്തി, ആ പാട്ടത്തിന് കൊടുക്കുന്ന ആളാണ് ലെസ്സോ എന്ന് പറയുന്നത്. അപ്പൊ തുഷാര ആരായിരിക്കും? ലെസി. അക്വയർ ചെയ്യുന്ന, ആ എക്യുപ്മെന്റ് വാങ്ങുന്ന ആള്. ഓക്കെ. ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദ ലെസ്സോ ആൻഡ് ലെസി. അവര് തമ്മിലുള്ള ആ ഒരു റിലേഷൻ ആണ് ഇവിടെ വരുന്നത്, അതിന്റെ ഇടയിലുള്ളത്. അപ്പൊ നോക്കിയാൽ ലെസ്സോ എന്ന് പറഞ്ഞ പേഴ്സൺ ഹു ഗീവ്സ് ദ എക്യുപ്മെന്റ് ഫോർ ലീസ്. ലീസിന് കൊടുക്കുന്ന ആളാണ് ലെസ്സോ എന്ന് പറയുന്നത്. ആൻഡ് ലെസി എന്ന് പറഞ്ഞ പേഴ്സൺ ഹു അക്വയർ എ പർട്ടിക്കുലർ എക്യുപ്മെന്റ്. ഒരു പർട്ടിക്കുലർ എക്യുപ്മെന്റ് അക്വയർ ചെയ്യുന്നത്, ഏറ്റെടുക്കുന്ന വ്യക്തി. ഇനി നോക്കിയേ, നെക്സ്റ്റ് വരുന്ന ലീസിംഗ് ഈസ് ഡൺ ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ഫണ്ട്. ഇനി നമ്മൾ എപ്പോഴാ ഒരു എക്യുപ്മെന്റ് ലീസിങ്ങിന് എടുക്കുന്ന, പാട്ടത്തിന് എടുക്കുന്നത്? ഏത് സിറ്റുവേഷനിലാ? നമുക്കത് പുതിയത് വാങ്ങാൻ അതിന് ആവശ്യമായിട്ടുള്ള പൈസ ഇല്ലാത്തൊരു സാഹചര്യത്തിലല്ലേ നമ്മൾ റെന്റിനൊക്കെ എടുക്കുന്നത്. നമുക്കത് പുതിയത് വാങ്ങാൻ നമ്മുടെ കയ്യിൽ ഫണ്ട് ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ലീസിങ് ചെയ്യുന്നത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ലീസിങ്ങിന് എടുത്തിട്ടുണ്ടോ? ഇല്ല, ഒരു ടൂൾസും ഒന്നിനും എടുത്തിട്ടില്ല അങ്ങനെ? ഇല്ല. ഓക്കെ. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ നമുക്ക് എന്താ പറയാ, ഇപ്പൊ നമുക്കൊരു മാരേജ് ഫംഗ്ഷൻ വന്നു, നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിരിക്കോ? എല്ലാ സാധനങ്ങളും നമുക്ക് എടുക്കോ? ഇല്ല. ചില കാര്യങ്ങള് നമ്മൾ റെന്റിന് എടുക്കും. ഇപ്പൊ ചെയർ, പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളൊരു റെന്റിന് അല്ലെങ്കിൽ ഒരു ലീസിങ്ങിന്, പാട്ടത്തിന് എടുക്കുമല്ലേ, ഇത്ര ദിവസത്തേക്ക് എന്നുള്ളത്. അതൊക്കെ ഒരു ലീസിങ്ങിന്റെ ഒരു ഇതിനകത്ത് വരുന്നതാണ് കേട്ടോ. ലീസിങ് ഈസ് ഡൺ ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ഫണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ലീസിങ്ങിന് എടുക്കുന്നത് നമ്മളുടെ കയ്യിൽ ഫണ്ടിന്റെ കുറവ് വരുമ്പോൾ, നമുക്കത് പുതിയത് വാങ്ങാനായിട്ട് ആവശ്യത്തിന് ഫണ്ട് ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ. ഫോർ ഡൂയിങ് എക്സ്പെരിമെന്റ്സ് as per the duration for which the equipment is needed to avoid the huge lead time for the temporary adjustment. പിന്നെ പറയുന്നത് എങ്ങനെയാ? ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്, താൽക്കാലിക ക്രമീകരണത്തിനുള്ള ആ ലീഡ് സമയം ഒഴിവാക്കാൻ. ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട് അത്, പക്ഷെ എന്താ കംപ്ലൈന്റ് കാര്യങ്ങളാണ്, അതിനകത്ത് നമ്മൾ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്, നമ്മൾ താൽക്കാലികമായിട്ട് ആ ക്രമീകരണം അത് ചെയ്യുന്ന ആ സമയം ഒഴിവാക്കാന് പകരം നമുക്ക് എന്താ ലീസിങ്ങിന് എടുക്കാൻ പറ്റും. പിന്നെ മറ്റൊരു സിറ്റുവേഷൻ പറഞ്ഞേക്കുന്നത് ടു അവോയ്ഡ് ദ ഹ്യൂജ് ലീഡ് ടൈം ഫോർ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്. താൽക്കാലിക ക്രമീകരണത്തിന് എടുക്കുന്ന ആ ലീഡ് സമയം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഓർ വെൻ ദ ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഈസ് അവൈലബിൾ ഓൺലി ഓൺ ലീസ്. പിന്നെ അടുത്തത് എന്താ? വേറൊരു സിറ്റുവേഷൻ, ക്യാപിറ്റൽ എക്യുപ്മെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ വില കൊടുത്ത് വാങ്ങുന്ന കാര്യങ്ങൾ അല്ലെ, അങ്ങനെയുള്ള വലിയ വിലപിടിപ്പുള്ള എക്യുപ്മെന്റ്സ് ഈസ് അവൈലബിൾ ഓൺലി ഓൺ ലീസിന് മാത്രം
പാട്ടത്തിന് മാത്രം അവൈലബിൾ ആകുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, ലീസിങ്ങിന് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പൊ വലിയ വലിയ സാധനങ്ങൾ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് സ്വന്തമായിട്ട് നമുക്ക് കയ്യിൽ നിന്ന് കാശെടുത്ത് വാങ്ങാനായിട്ട് പറ്റില്ലാത്ത സാഹചര്യങ്ങളും, അത് ക്യാപിറ്റൽ എക്യുപ്മെന്റ് അത് ലീസിങ്ങിന് മാത്രം ലഭ്യമാകുന്ന സിറ്റുവേഷനിലും ലീസിങ്ങിനെ ആശ്രയിക്കാം. അപ്പൊ ഇതിനകത്ത് പറയുന്നത് ലീസിങ് ഈസ് ഡൺ ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ഫണ്ട്, പിന്നെ ടു അവോയ്ഡ് ദ ഹ്യൂജ് ലീഡ് ടൈം ഫോർ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് when the capital equipment is available only on lease. Capital equipment ലീസിങ്ങിന് മാത്രം അവൈലബിൾ ആകുമ്പോഴും നമ്മൾ ലീസിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇനി നോക്കിയേ ഇവിടെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് ലീസിങ്ങിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സ്മോൾ ഇനിഷ്യൽ ഔട്ട്ലേ ഈസ് റിക്വയർഡ്, റിസ്ക് ഓഫ് ഒബ്സോളൻസ്, അവിടെ ഒബ്സോളൻസ് എന്ന് പറഞ്ഞാൽ കാലഹരണപ്പെട്ടു പോകുക എന്ന്. Okay, obsolescence. Risk of obsolescence is lessened. Maintenance can be done by both the lessor and the lessee, and procurement of the equipment lead time is lessened. ഇവിടെ നോക്കിയേ അഡ്വാൻറ്റേജ് എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്. സ്മോൾ ഇനിഷ്യൽ ഔട്ട്ലേ ഈസ് റിക്വയർഡ്. നമുക്കൊരു ഒരു പ്രാരംഭ വിഹിതം ആവശ്യമാണ്. നമ്മളിത് പുതിയതായിട്ട് തുടങ്ങണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇത് ലീസിങ്ങിനാണെങ്കിലും നമ്മൾ കൊടുക്കണമെങ്കിൽ നമ്മൾ ആ സാധനം ഓണർ അയാള് സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ട് വേണ്ടേ പിന്നെ ലീസിങ്ങിന് കൊടുക്കാനായിട്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സ്മോൾ ഇനിഷ്യൽ ഔട്ട്ലേ ഈസ് റിക്വയർഡ്. പിന്നെ അതുപോലെ തന്നെ റിസ്ക് ഓഫ് ഒബ്സോളൻസ് ഈസ് ലെസൻഡ്. കാലഹരണപ്പെട്ടു പോകാനുള്ള സാധ്യത കുറയ്ക്കും. റിസ്ക് ഓഫ് ഒബ്സോളൻസ് നമ്മളത് ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കാതെ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അത് നശിച്ചു പോകാനുള്ള സാധ്യത, കാലഹരണപ്പെട്ടു പോകാനുള്ള സാധ്യത കുറയ്ക്കുന്നു. മെയിൻ്റനൻസ് ക്യാൻ ബി ഡൺ ബൈ. ഇനി ഇതിന്റെ മെയിൻ്റനൻസ് ആർക്കൊക്കെ ചെയ്യാം? ബോത്ത് ലെസോ ആൻഡ് ലെസി, രണ്ടുപേർക്കും മെയിൻ്റനൻസ് ചെയ്യാം. ഓണർക്കും ചെയ്യാം, അത് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കും അതിന്റെ മെയിൻ്റനൻസ് ചെയ്യാം. ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് ദ എക്യുപ്മെന്റ് ലീഡ് ടൈം ഈസ് ലെസൻഡ്. ലീഡ് സമയം, ഉപകരണങ്ങളുടെ ആ പ്രൊക്യൂർമെന്റ് സംഭരണത്തിനുള്ള ആ ലീഡ് ടൈം കുറയ്ക്കുന്നു. ഇതൊക്കെ അതിനകത്ത് അഡ്വാൻറ്റേജിൽ വരുന്നതാണ്. സ്മോൾ ഇനിഷ്യൽ ഔട്ട്ലേ ഈസ് റിക്വയർഡ്, റിസ്ക് ഓഫ് ഒബ്സോളൻസ്. ഒബ്സോളൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കാലഹരണപ്പെട്ടു പോകാനുള്ള ആ സാധ്യത കുറയ്ക്കുന്നു. പിന്നെ മെയിൻ്റനൻസ് രണ്ടുപേർക്കും ചെയ്യാം, ബോത്ത് ലെസർ ആൻഡ് ലെസി, രണ്ടുപേർക്കും മെയിൻ്റനൻസ് ചെയ്യാം. ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് ദ എക്യുപ്മെന്റ് ലീഡ് ടൈം ഈസ് ലെസൻഡ്. ആ ഉപകരണങ്ങളുടെ സംഭരണത്തിന്റെ ലീഡ് സമയം കുറയ്ക്കാനും കഴിയുന്നു. ഇനി രണ്ട് കാര്യങ്ങൾ ഇവിടെ തന്നിട്ട് ഔട്ട്ലേ എന്ന് പറഞ്ഞിട്ട് ഔട്ട്ലേ ആൻഡ് എമൗണ്ട് ഓഫ് മണി സ്പെൻഡ് ഓൺ സംതിങ്. ഇതൊന്നും അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. ഔട്ട്ലേ എന്ന് പറഞ്ഞാൽ ആൻഡ് എമൗണ്ട് ഓഫ് മണി സ്പെൻഡ് ഓൺ സംതിങ്, എന്തിനെങ്കിലും വേണ്ടി നമ്മൾ ചെലവാക്കുന്ന ആ സ്പെൻഡ് ചെയ്യുന്ന പൈസക്കാണ് ഔട്ട്ലേ എന്ന് പറയുന്നത്. ഓക്കെ, ഔട്ട്ലേ ആൻഡ് എമൗണ്ട് ഓഫ് മണി സ്പെൻഡ് ഓൺ സംതിങ്, എന്തിനെങ്കിലും വേണ്ടി ചെലവാക്കുന്ന ആ പൈസ, അതിനാണ് ഔട്ട്ലേ. നോക്കിയേ നെക്സ്റ്റ്, obsolescence, the process of becoming outdated or old fashioned and no longer used. നോക്കിയേ, ഒബ്സോളൻസ് എന്ന് പറഞ്ഞാൽ കാലഹരണപ്പെട്ടു പോവുക, അതായത് കുറച്ച് ദ പ്രോസസ് ഓഫ് ബിക്കമിങ് ഔട്ട്ഡേറ്റഡ്. നമ്മൾ ആ ഡേറ്റ് കഴിഞ്ഞ് നമ്മൾ എന്താ പറയാ, കാലഹരണപ്പെട്ടതോ അല്ലെങ്കിൽ പഴയതോ ആയിട്ടുള്ള ഉപകരണങ്ങൾ അത് ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, അതിനാണ് ഒബ്സോളൻസ് എന്ന് പറയുന്നത്. Okay, obsolescence, the process of becoming outdated or old-fashioned and no longer used. ഇനി അത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റില്ല. അതിപ്പോ ഇത്ര നാൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് കാലഹരണപ്പെട്ടു പോവുക, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു കാര്യം, അതിനാണ് ഒബ്സോളൻസ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ടേംസ് നോക്കാം. വാട്ട് ഈസ് ഔട്ട്ലേ? ഔട്ട്ലേ എന്താ? ഔട്ട്ലേ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ഔട്ട്ലേ? An amount of money spent on something. എന്തിനെങ്കിലും വേണ്ടി ചെലവാക്കുന്ന പൈസ, അതിനാണ് ഔട്ട്ലേ. ഇനി രണ്ടാമത്തെ ഒബ്സോളൻസ് എന്ന് പറയുന്നത് എന്താ? പ്രോസസ് ഓഫ് ബിക്കമിങ് outdated or old fashioned and no longer used. പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റില്ല, അത് കാലഹരണപ്പെട്ടു പോവുക, അതാണ് ഒബ്സോളൻസ്. ഇനി അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാന്ന് നോക്കിയേ. ലീസിങ്ങിന്റെ disadvantages of leasing.
ഹി ഈസ് ദ ലെസർ. അവിടെ ലെസർ എന്നല്ല കേട്ടോ, LESSOR, ലെസോ എന്ന് തന്നെയാണ്. LESSO ആണ് കേട്ടോ, അതൊന്ന് കറക്റ്റ് ചെയ്തേരെ. ലെസോ. ഹി ഈസ് ദ ലെസോ ഹു കൺട്രോൾസ് ദ എക്യുപ്മെന്റ്. അപ്പൊ എക്യുപ്മെന്റ് കൺട്രോൾ ചെയ്യുന്നത്. ലെസോ ഹാസ് ദ അസിസ്റ്റ് ടു ദ എക്യുപ്മെന്റ് ഇൻസ്പെക്ഷൻ. ലെസോ ഹാസ് ദ റൈറ്റ് ടു കേസ്. സീസ് എന്ന് വെച്ചാൽ നിർത്തുക എന്നുള്ള മീനിങ് കേട്ടോ, നിർത്തുക. ദ ലീസ് പീരീഡ്. അപ്പൊ നോക്കിയേ, അപ്പോ അയാള് ഹി ഈസ് ദ ലെസോ, അവര് ഉപകരണങ്ങളെ കൺട്രോൾ, ആ എക്യുപ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ്. ആ ലെസോയ്ക്ക് എന്താണ്, ഉപകരണങ്ങള് പരിശോധിക്കാനുള്ള അവകാശമുണ്ട്. ഓക്കെ, ആ ഉപകരണങ്ങള് പരിശോധിക്കാനുള്ള അവകാശമുണ്ട്. പിന്നെ അയാൾക്ക് എന്താ, അതിന്റെ നമ്മൾ ലീസിങ്ങിന് കൊടുക്കുന്ന ആ പാട്ട കാലാവധി അത് നിലനിർത്താനുള്ള അവകാശമുണ്ട്. നിർത്താൻ ഇപ്പൊ ഇത്ര നാളത്തേക്ക് കൊടുത്തു, അത് കഴിഞ്ഞ് ഇനി പറ്റില്ല, നമുക്ക് ആ ഓണർക്ക് അതിനുള്ള അവകാശമുണ്ട്. ആ ലീസിങ്ങിന്റെ കാലാവധി നമുക്ക് എന്താ, അത് നിർത്താനുള്ള അവകാശമുണ്ട്. ഓക്കെ, അത്രയും കാര്യങ്ങൾ അതിനകത്ത് വരുന്നത്. ഹി ഈസ് ദ ലെസോ ഹു കൺട്രോൾസ് ദ എക്യുപ്മെന്റ്. ലെസോ എന്നാക്കി തിരുത്താട്ടെ, അവിടെ അല്ല, എല്ലായിടത്തും LESSOR. ലെസോ ഹു കൺട്രോൾ ദ എക്യുപ്മെന്റ്. എക്യുപ്മെന്റിനെ കൺട്രോൾ ചെയ്യാനും ആ എക്യുപ്മെന്റ് പരിശോധിക്കാനും. ഇപ്പൊ ഞാൻ തുഷാരക്ക് ഇത്ര ദിവസത്തേക്ക് തന്നെങ്കിലും എനിക്ക് അത് വന്നൊന്ന് ഇൻസ്പെക്ഷൻ ചെയ്യാനുള്ള അവകാശമുണ്ട്. കാരണം അത് എന്റെ ഒരു മുതലല്ലേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അത് ഇൻസ്പെക്ഷൻ ചെയ്യാനുള്ള എക്യുപ്മെന്റ് ഇടയ്ക്ക് പരിശോധിക്കാനുള്ള അവകാശമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ലെസോ ഹാസ് ദ റൈറ്റ് ടു സീസ് ദ ലീസ് പീരീഡ്. ലീസ് പീരീഡ് നിർത്താനുള്ള അവകാശമുണ്ട്. ഞാൻ 10 ദിവസത്തേക്ക് ഞാൻ തുഷാരയ്ക്ക് വന്നു, ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോ വന്നു നോക്കി, തുഷാര അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യില്ലെങ്കിൽ എനിക്ക് ഇത് ഇത്രയും ദിവസം ഞാൻ തരുള്ളൂ, ഇനി കണ്ടിന്യൂ ചെയ്യൂല എന്ന് പറഞ്ഞ അതിന്റെ ആ പീരീഡ് നിർത്താനുള്ള അവകാശം ലെസോയ്ക്കുണ്ട്. ഓക്കെ, അതൊക്കെ ഈ ഡിസഡ്വാൻറ്റേജിൽ വരുന്നതാണ്. ഓക്കെ, shared service are done in the case of hospital waste management, incinerator and laundry service, washing machine ഒക്കെ. ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ്, പിന്നെ അതുപോലെ ലോണ്ട്രി സർവീസ്. ലോണ്ട്രി എന്ന് പറഞ്ഞ പഠിച്ചിട്ടുണ്ടല്ലോ. ലോണ്ട്രി എന്താ, അലക്കല് അല്ലെ, അലക്കലുമായിട്ട് ബന്ധപ്പെട്ട അലക്ക് സേവനങ്ങള്. പിന്നെ അതിനകത്ത് ബാക്കില് വാഷിംഗ് മെഷീൻ, ഉപകരണങ്ങളുടെ ആ തെരഞ്ഞെടുപ്പും വാങ്ങലും ഒക്കെ. Shared service are done in the case of hospital waste management, laundry service. Okay, അപ്പൊ അതിനകത്ത് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. പിന്നെ അതിനകത്ത് ഔട്ട്ലേ എന്താണ്, ഒബ്സോളൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഈ ഔട്ട്ലേ എന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആൻഡ് എമൗണ്ട് ഓഫ് മണി സ്പെൻഡ് ഓൺ സംതിങ് ഈസ് കോൾഡ് ഡാഷ്. എന്താ പറയുന്നേ, ഔട്ട്ലേ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ സെലക്ഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് എക്യുപ്മെന്റ്. ഒരു എക്യുപ്മെന്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ അത് സംഭരിക്കുന്നത്. പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ സംഭരണം. സെലക്ഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് എക്യുപ്മെന്റ്. എക്യുപ്മെന്റിന്റെ സെലക്ഷനും സംഭരണവും അതുമായിട്ട് ബന്ധപ്പെട്ട 5 പോയിന്റ്സ് ആണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് നോക്കിയേ, സെലക്ട് അക്കോർഡിംഗ് ടു ദ നീഡ് ഓർ റെക്കമെൻഡേഷൻ. അപ്പൊ ആ എക്യുപ്മെന്റ് സെലക്ട് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, അക്കോർഡിംഗ് ടു ദ നീഡ് ഓർ റെക്കമെൻഡേഷൻ. ആവശ്യത്തിനനുസരിച്ച്, നമ്മുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കുക. ഓർ റെക്കമെൻഡേഷൻ, ശുപാർശയ്ക്ക് അനുസരിച്ച് വേണം സെലക്ട് ചെയ്യാൻ. നമുക്ക് ആവശ്യമുള്ളതല്ലേ എക്യുപ്മെന്റ് അല്ലേ സെലക്ട് ചെയ്യുന്നത്. അത് സെലക്ഷനും അതിന്റെ സംഭരണവും. അപ്പൊ നമ്മളത് മേടിക്കണമെങ്കിൽ നമ്മുടെ ആവശ്യം നോക്കണം. നമുക്ക് ആവശ്യമില്ലാത്തത് വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ സെലക്ഷൻ ചെയ്യുമ്പോഴൊക്കെ, അല്ലെങ്കിൽ അത് പ്രൊക്യൂർമെന്റ് എക്യുപ്മെന്റ് സംഭരണം നടത്തുമ്പോഴൊക്കെ ഉള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ 5 പോയിന്റിൽ പറഞ്ഞേക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് വരുന്നത് സെലക്ട് അക്കോർഡിംഗ് ടു നീഡ് ഓർ റെക്കമെൻഡേഷൻ. നീഡ് അതുപോലെ തന്നെ ശുപാർശയ്ക്ക് അനുസരിച്ച് വേണം എക്യുപ്മെന്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത് നോക്കിയേ, ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ എഫക്ട് ഓഫ് ആഫ്റ്റർ സെയിൽ സർവീസ് ആൻഡ് സ്പെയർസ് അവൈലബിലിറ്റി. ഇപ്പൊ ഞാനൊരു ഇത് വാങ്ങുകയാണ്,
അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം? ഞാൻ അതിന്റെ വിൽപ്പനാന്തര സേവനം ഞാൻ വാങ്ങിയതിനു ശേഷം അതിന്റെ സെയിൽസ് സർവീസ് ഉണ്ടോ, അതിന്റെ പിന്നെ എന്തെങ്കിലും പെട്ടെന്ന് കംപ്ലൈന്റ് ആവുകയാണെങ്കിൽ അതിന് ഇത്ര നാള് ഗ്യാരണ്ടി ഉണ്ടോ, അതിന്റെ സെയിൽസ് സർവീസ് വരുന്നുണ്ടോ എന്നുള്ളത്, ആഫ്റ്റർ സെയിൽസ് സർവീസ് വാങ്ങിയതിനു ശേഷമുള്ള സർവീസ് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് നോക്കാം. പിന്നെ അവൈലബിലിറ്റി നോക്കി, സ്പെയർസ് അവൈലബിലിറ്റി, അതിന്റെ സ്പെയർ അവൈലബിൾ ആണോ എന്ന് നോക്കാം. അപ്പൊ അത് വാങ്ങിക്കഴിഞ്ഞാൽ അത് ഒരു മാർക്കറ്റിൽ ഒരു സ്ഥലത്തും അതിന്റെ സ്പെയർ കിട്ടിയില്ലെങ്കിൽ ഞാൻ അത് വാങ്ങിയിട്ട് കാര്യമുണ്ടോ? പെട്ടെന്ന് കംപ്ലൈന്റ് വന്നാൽ പിന്നെ അത് കളയാനേ പറ്റുള്ളൂ അല്ലേ? അപ്പൊ സ്പെയർസിന്റെ അവൈലബിലിറ്റി നമ്മൾ നോക്കണം. ക്ലിയർ ആവുന്നില്ല നിങ്ങൾക്ക് ഈ പോയിന്റ്സ്? ക്ലിയർ അല്ലേ? ഓക്കെ, ഇത് ഈ പോയിന്റ്സുകൾ ഇങ്ങനെ പറയാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ഓരോന്നും പറയുമ്പോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, അപ്പൊ നമ്മളൊരു എക്യുപ്മെന്റ് നമ്മൾ മേടിക്കുമ്പോഴൊക്കെ അത് സെലക്ട് ചെയ്യുമ്പോഴും അത് സംഭരിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് എന്താ പറഞ്ഞത്? നമ്മുടെ നീഡ് അനുസരിച്ച് റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ശുപാർശയ്ക്ക് അനുസരിച്ച് വേണം അത് സെലക്ട് ചെയ്യാൻ വേണ്ടി. ക്ലിയർ ആയോ ഒന്നാമത്തെ പോയിന്റ്? ക്ലിയർ ആണോ? ഇനി രണ്ടാമത്തെ നോക്കിയേ, സെക്കൻഡ് വണ്ണിൽ എന്താ? അതിന്റെ ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അത് നമ്മൾ വാങ്ങിച്ചിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ പറ്റുവാണെങ്കിൽ അതിന്റെ ആഫ്റ്റർ സെയിൽ സർവീസ്, വിൽപ്പനാനന്തര സേവനം ലഭിക്കുന്നതാണോ അതെന്ന് നോക്കണം. അതിന്റെ സ്പെയർസ് അവൈലബിലിറ്റി, അതിന്റെ സ്പെയർ കിട്ടുമെന്ന്. ഇപ്പൊ എന്തെങ്കിലും ഒരു പാർട്സ് ചീത്തയായി കഴിഞ്ഞാൽ അതിന്റെ സ്പെയർ നമുക്ക് അവൈലബിൾ ആണെങ്കിലല്ലേ അത് വാങ്ങിച്ചിട്ട് കാര്യമുള്ളൂ. അത് നമുക്ക് മാർക്കറ്റിൽ എവിടെയെങ്കിലും അതിന്റെ സ്പെയർ കിട്ടിയില്ലെങ്കിൽ നമ്മൾ മേടിക്കുന്ന വേസ്റ്റ് ആവും. അത് ചീത്തയായി കഴിഞ്ഞാൽ പിന്നെ ചീത്തയായത് തന്നെയാണ്. അപ്പൊ അതോടെ സ്പെയർസിന്റെ അവൈലബിലിറ്റി നോക്കണം. പിന്നെ നോക്കിയേ, തേർഡ് വൺ നോക്കിയേ, ഇൻസ്റ്റലേഷൻ സ്ഥാപിക്കുക, ഓപ്പറേഷൻ ഓർ കാലിബ്രേഷൻ. കാലിബ്രേഷൻ എന്ന് വെച്ചാൽ ഒത്തു നോക്കുക, അത് മറ്റതുമായിട്ട് അത് കമ്പയർ ചെയ്ത് നോക്കുക, ഒന്ന് ഒത്തു നോക്കുക. ഇൻസ്റ്റലേഷൻ, ഓപ്പറേഷൻ ഓർ കാലിബ്രേഷൻ. അടുത്ത് നോക്കിയേ, ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ്, പരിശീലനവും പരിശോധനയും. ട്രെയിനിങ്ങും ടെസ്റ്റിങ്ങും, ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കാം നമുക്ക് വേണമെങ്കിൽ. ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ്, പരിശീലനവും പരിശോധനയും. പിന്നെ മാനുഫാക്ചേഴ്സ് മാനുവൽ അവൈലബിലിറ്റി. ഓക്കെ, മാനുഫാക്ചേഴ്സ് മാനുവൽ അവൈലബിലിറ്റി എന്ന് വെച്ചാൽ നിർമ്മാതാവിന്റെ മാനുവൽ ലഭ്യത. ഓക്കെ, ഇത് ശരിയാക്കണമെങ്കിലും അവർക്കുടെ കൈവേല പരിശീലനം, അതാണ് മാനുവൽ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. മാനുഫാക്ചർ ചെയ്യുന്നതിന്റെ മാനുവൽ അവൈലബിലിറ്റിയും കൂടി നോക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു എക്യുപ്മെന്റ് സെലക്ട് ചെയ്യാനും അത് പ്രൊക്യൂർമെന്റ് സംഭരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട 5 പോയിന്റ്സ് ആണ്. ആരാ ഒന്ന് ജാസ്മിൻ ഒന്ന് വായിക്കോ? 5 പോയിന്റ് വേഗം ഒന്ന് വായിച്ചു പോയേ. വേഗം വായിച്ചോ ജാസ്മിൻ, ഒന്ന് റീഡ് ചെയ്തേ. സെലക്ഷൻ അല്ലേ? സെലക്ഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് എക്യുപ്മെന്റ്. 5 പോയിന്റ്സ് നമ്മൾ പറഞ്ഞത്. According to need or recommendation, take into account the effect or after sale service and spare availability, installation, operation or calibration, training and testing, manufacturers manual availability. Manufacturers manual availability അതും കൂടി നമ്മൾ നോക്കണം. ഇനി അടുത്തത് കുറച്ച് ഇനി എല്ലാം വരുന്ന ഓരോ ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ആട്ടോ. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? അവർക്കുടെ ഉത്തരവാദിത്തം എന്താണ്? ജോബ് റെസ്പോൺസിബിലിറ്റി നോക്കാം. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഫസ്റ്റ് നോക്കിയേ, ഇതുപോലെ നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. Authority to commit the funds of the hospital for the procurement of goods and services. Authority to commit the fund of hospital for the procurement of goods and services. ചരക്കുകളുടെയും ഗുഡ്സിന്റെയും സർവീസുകളുടെയും ചരക്കുകളുടെയും സേവനങ്ങളുടെയും സംഭരണത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിന്റെ ഫണ്ട് നൽകാനുള്ള അധികാരം. ഇത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. നോക്കി എന്താന്നാ
അതോറിറ്റി ടു കമ്മിറ്റ് ദ ഫണ്ട് ഓഫ് ഹോസ്പിറ്റൽ ഫോർ ദ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സിന്റെയും സർവീസുകളുടെയും സംഭരണത്തിന് വേണ്ടി, പ്രൊക്യൂർമെന്റ് എന്ന് വെച്ചാൽ എന്താ, സംഭരണം, സംഭരണത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലില് ഫണ്ട് നൽകാനുള്ള, ആശുപത്രിയുടെ ഫണ്ട് നൽകാനുള്ള അധികാരം പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ്. ഓക്കെ, ഫണ്ട് നൽകാനുള്ള അധികാരം, കമ്മിറ്റ് ദ ഫണ്ട് ഓഫ് ഹോസ്പിറ്റൽ, എന്തിനു വേണ്ടിയിട്ടാ, ഫോർ ദ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇനി രണ്ടാമത് നോക്കിയേ, റെസ്പോൺസിബിലിറ്റി ടു ഫുൾഫിൽ ദ നീഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് വെൻ ജസ്റ്റിഫൈഡ്. ന്യായീകരിക്കപ്പെടുമ്പോൾ, ന്യായമായ രീതിയിൽ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യങ്ങൾ, നീഡ്സ് ഫുൾഫില്ല് ചെയ്യുക. ഫുൾഫില്ല് ചെയ്യാന്ന് വെച്ചാൽ നിറവേറ്റുക. ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന്റെ നീഡ്സ് നിറവേറ്റാനുള്ള ഉത്തരവാദിത്തം. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, എക്യുപ്മെന്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മള് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യങ്ങള്, നീഡ്സ് ഫുൾഫില്ല് ചെയ്യാനുള്ള അധികാരം, റെസ്പോൺസിബിലിറ്റി ടു ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യങ്ങള് ഫുൾഫില്ല് ചെയ്യാനുള്ള അധികാരം. വെൻ ജസ്റ്റിഫൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ന്യായീകരിക്കപ്പെടുമ്പോൾ, ഈ ന്യായമായ രീതിയിൽ നമ്മള് ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു അധികാരം. ഇനി അടുത്ത് നോക്കിയേ, തേർഡ് വൺ, റെസ്പോൺസിബിലിറ്റി ഫോർ ഇവാലുവേഷൻ ഓഫ് സ്പെസിഫിക്കേഷൻ ആൻഡ് ഇഫ് incomplete or incorrect has the authority to challenges specification. സ്പെസിഫിക്കേഷനുകളുടെ ഇവാലുവേഷൻ, മൂല്യനിർണ്ണയത്തിനുള്ള ഉത്തരവാദിത്തം. ഓരോ സ്പെസിഫിക്കേഷൻസിന്റെ മൂല്യനിർണ്ണയത്തിനുള്ള റെസ്പോൺസിബിലിറ്റി. അതുപോലെ അപൂർണ, ഇൻകംപ്ലീറ്റ് ഓർ ഇൻകറക്റ്റ്, അപൂർണ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇൻകറക്റ്റ്, തെറ്റായിട്ടുള്ളതോ ആണെങ്കിൽ സ്പെസിഫിക്കേഷനെ ചലഞ്ച് ചെയ്യാൻ, വെല്ലുവിളിക്കാനുള്ള അധികാരവും ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. അപ്പൊ ഒന്നാമത്തെ എന്താ, സ്പെസിഫിക്കേഷനുകളെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം. പിന്നെ ആ സ്പെസിഫിക്കേഷൻസ് നമ്മൾ ഓരോന്നിനെ സ്പെസിഫൈ ചെയ്യുന്ന സ്പെസിഫിക്കേഷൻസ് ഇൻകംപ്ലീറ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ തെറ്റാണ്, ഇൻകറക്റ്റ് ആണെങ്കിലോ അതിനെ വെല്ലുവിളിക്കാനുള്ള അധികാരവും ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. ഇനി ഫോർത്ത് പോയിന്റ്, റെസ്പോൺസിബിലിറ്റി ടു ഇന്റർവ്യൂ ഓൾ വെൻഡർ റെപ്രസെന്റേറ്റീവ് ആൻഡ് അറേഞ്ച് ഫോർ ബിഡിംഗ്. ബിഡിംഗ് എന്ന് പറഞ്ഞാൽ BIDDING, ബിഡിംഗ്, ലേലം വിളിക്കുക. ബിഡിംഗ് ഓർ നെഗോഷിയേഷൻ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. നെഗോഷിയേഷൻ എന്താ, നെഗോഷിയേഷൻ, വാട്ട് ഈസ് നെഗോഷിയേഷൻ? മലയാളം എന്താ, ചർച്ചകള്, ചർച്ച. ഓക്കെ, അപ്പൊ ലേലം വിളിക്കാനും ചർച്ചകളും ഒക്കെ ചെയ്യാനുള്ളത് ഇതുണ്ട്. നോക്കിയേ, ആ പോയിന്റ് ഒന്നുകൂടെ നോക്കിയേ, റെസ്പോൺസിബിലിറ്റി ടു ഇന്റർവ്യൂ ഓൾ വെൻഡർ റെപ്രസെന്റേറ്റീവ്. എല്ലാ വെൻഡർ റെപ്രസെന്റേറ്റീവ്സിനെയും, വെൻഡർ പ്രതിനിധികളെയും അഭിമുഖം നടത്താനും, അതുപോലെ തന്നെ ചരക്കുകളും ഗുഡ്സും സർവീസും സേവനങ്ങളും ഒക്കെ, ഗുഡ്സും സർവീസുകളും ഒക്കെ നെഗോഷിയേഷൻ, ബിഡിംഗ് ഓർ നെഗോഷിയേഷൻ, ലേലം വിളിക്കാനോ അല്ലെങ്കിൽ നമ്മള് ചർച്ചകളൊക്കെ നടത്തുന്നതിലോ അതൊക്കെ ക്രമീകരിക്കാനുള്ള അധികാരവും ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. അപ്പൊ വെൻഡർ എന്ന് പറഞ്ഞാൽ ആരാ, കച്ചവടക്കാര്. അപ്പൊ വെൻഡർ റെപ്രസെന്റേറ്റീവ്സിനെ ഇന്റർവ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുകൂടാതെ ആൻഡ് അറേഞ്ച് ദ ബിഡിംഗ് ഓർ നെഗോഷിയേഷൻ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളുടെയും സേവനങ്ങളൊക്കെ അതിന്റെയൊക്കെ ലേലം വിളിക്കാൻ, ബിഡിംഗ്, ലേലം വിളിക്കാനും ചർച്ചകൾ നടത്താനുള്ള അധികാരവും ഉണ്ട്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ്, ടു ഗെറ്റ് correct quality and quantity at the economical price and to supply materials as needed for the various department. സാമ്പത്തിക വിലയില്, എക്കണോമിക് പ്രൈസ്, സാമ്പത്തിക വിലയില് ശരിയായ ഗുണനിലവാരവും അളവും നേടുന്നതിനും വിവിധ വകുപ്പുകൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് വിതരണം ചെയ്യുന്നതിനുമുള്ള അധികാരമുണ്ട്. ടു സപ്ലൈ ദ മെറ്റീരിയൽസ് ആസ് നീഡഡ് ഫോർ ദ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. പല ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സുകളൊക്കെ സപ്ലൈ ചെയ്യാനുള്ള അധികാരവും ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. To get correct quality and quantity at the economic price. സാമ്പത്തിക വിലയില് ശരിയായ ഗുണനിലവാരവും അതിന്റെ അളവും നേടുന്നതിനും
അത് ശരിക്കും ക്വാണ്ടിറ്റി ക്വാളിറ്റിയും നേടുന്നതിനും അതുപോലെ തന്നെ പല ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാനുള്ള അധികാരവും പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് 5 പോയിന്റ്സ്. നിങ്ങൾ ഇത് കാണാതെ ഒന്നും പഠിക്കണ്ട, അതിന്റെ ഏകദേശം ഒരു ആശയമൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ നമ്മള് ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേ? ഹോസ്പിറ്റലിന്റെ സംഭരണത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ ഈ ഗുഡ്സിന്റെ സാധനങ്ങളുടെ സേവനങ്ങളുടെ ഒക്കെ പ്രൊക്യൂർമെന്റ് സംഭരണത്തിന് വേണ്ടിയിട്ട് ആശുപത്രിയുടെ ഫണ്ട് നൽകാനുള്ള അധികാരം പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. പിന്നെ നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും നീഡ്സ് ആവശ്യങ്ങള് ഫുൾഫില്ല് ചെയ്യാനുള്ള അധികാരമുണ്ട്. പിന്നെ സ്പെസിഫിക്കേഷനുകളെ ഇവാലുവേഷൻ ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷനെ ചലഞ്ച് ചെയ്യാൻ വെല്ലുവിളിക്കാനുള്ള അധികാരമുണ്ട്. പിന്നെ വെൻഡർ റെപ്രസെന്റേറ്റീവ്സിനെ ഇന്റർവ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്. അതിനോടൊപ്പം തന്നെ അറേഞ്ച് ബിഡിംഗ് ഓർ നെഗോഷിയേഷൻ. ബിഡിംഗ് എന്ന് പറഞ്ഞാൽ ലേലം വിളിക്കാനും ചർച്ചകൾ നടത്താനും സാധനങ്ങളും സേവനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ലേലങ്ങൾ വിളിക്കാനും ചർച്ചകൾ നടത്താനുള്ള അധികാരമുണ്ട്. അടുത്ത ലാസ്റ്റ് പോയിന്റ്, സാമ്പത്തിക നിലയിൽ എക്കണോമിക് പ്രൈസിൽ ശരിയായ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നേടുന്നതിനും അതുകൂടാതെ ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാനുള്ള അധികാരവും പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി വേഗം എല്ലാവരും ഒന്ന് 5 പോയിന്റ് വേഗം ഒന്ന് റീഡ് ചെയ്യട്ടോ. ഓക്കെ, നെക്സ്റ്റ് ജോബ് ഡിസ്ക്രിപ്ഷനാ വരുന്നത്. ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് മാനേജർ. പർച്ചേസിംഗ് മാനേജറിന്റെ ജോബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് മാനേജർ. ഓക്കെ, the person that normally runs the purchasing department is called a purchasing manager. ആരാ പർച്ചേസിംഗ് മാനേജർ എന്ന് പറഞ്ഞാൽ? person that normally runs the purchasing department. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് റൺ ചെയ്യിക്കുന്ന സാധാരണയായിട്ട് നോർമലായിട്ട് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് റൺ ചെയ്യിക്കുന്ന പേഴ്സൺ ആണ് പർച്ചേസിംഗ് മാനേജർ. മാനേജറിനുണ്ട് കേട്ടോ, MANAGER എന്നുണ്ട്. അവിടെ വിട്ടുപോയതാണ്, കറക്റ്റ് ആക്കുക. അപ്പൊ പർച്ചേസിംഗ് മാനേജർ ആണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ എല്ലാ കാര്യങ്ങളും തന്നെ മാനേജ് ചെയ്യുന്ന ആള്. എല്ലാ കാര്യങ്ങളും റൺ ചെയ്യിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്നത് ഇതാ ഉദ്ദേശിക്കുന്നത്. സാധാരണയായിട്ട് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത് പർച്ചേസിംഗ് മാനേജർ ആണ്. Then purchasing job description is strategic in nature and usually consists of the following. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജിക്, ഈ പർച്ചേസിംഗ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞത് സ്ട്രാറ്റജിക് ആണ്. സ്ട്രാറ്റജിക് എന്ന് പറഞ്ഞാൽ എന്താ? തന്ത്രപരമായിട്ടുള്ള സ്വഭാവമാണ്. ആൻഡ് യൂഷ്വലി കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. ഇപ്പൊ എന്തൊക്കെയാണ് ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ വരുന്നത് കേട്ടോ? പർച്ചേസിംഗ് മാനേജറിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കിയേ. അപ്പൊ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് റൺ ചെയ്യിക്കുന്നത് ഈ പർച്ചേസിംഗ് മാനേജർ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പർച്ചേസിംഗ് ജോബ് എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിക് ആണ്, ഒരു തന്ത്രപരമായിട്ടുള്ളതാണ്. ആൻഡ് യൂഷ്വലി കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. ഇവിടെയും കുറെ പോയിന്റ്സ് ആയിട്ടാണ് തന്നേക്കുന്നത്. ഈ പോയിന്റ്സുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, മെയിൻറ്റെയിനിങ് ദ പർച്ചേസിംഗ് പോളിസി ആൻഡ് എൻഷുറിംഗ് ദാറ്റ് ഓൾ ദ പർച്ചേസസ് stick to it. Okay, maintaining the purchasing policy. Purchasing policy maintain ചെയ്യുക. Purchasing policy maintain ചെയ്യുക and ensuring. What is ensuring? Ensuring എന്ന് പറഞ്ഞാൽ എന്താ?
ഉറപ്പുവരുത്തുക. ഓൾ ദ പർച്ചേസസ് സ്റ്റിക്ക് ടു ഇറ്റ്. എല്ലാ പർച്ചേസും അത് പാലിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുക. അതാണ് ഫസ്റ്റ് പോയിന്റ്. പർച്ചേസിംഗ് പോളിസി മെയിൻറ്റെയിൻ ചെയ്യുക. എല്ലാ പർച്ചേസും ആ പർച്ചേസിംഗ് പോളിസി പാലിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ആൻഡ് എൻഷുറിംഗ് ദാറ്റ് ഓൾ പർച്ചേസസ് സ്റ്റിക്ക് ടു ഇറ്റ്. അതെല്ലാം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സെക്കൻഡ് പോയിന്റ്, choosing the supplies that the company will delay with and keeping the legal interaction with them. കമ്പനി കൈകാര്യം ചെയ്യുന്ന ആ വിതരണക്കാര്, കമ്പനി ഹാൻഡിൽ ചെയ്യുന്ന ആ സപ്ലയേഴ്സ്, വിതരണക്കാരെ തിരഞ്ഞെടുക്കാനും അവരുമായിട്ട് നിയമപരമായിട്ടുള്ള ഇടപെടലുകൾ നടത്താനുള്ള നിലനിർത്താനുമുള്ള അധികാരം. ചൂസിങ് ദ സപ്ലൈ കുറെ സപ്ലയർമാരുണ്ടല്ലോ. ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിൽ മെറ്റീരിയൽസ് കൊണ്ടുവരുന്ന കുറെ സപ്ലയർമാരുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ കമ്പനി തിരഞ്ഞെടുക്കുന്ന, കമ്പനി കൈകാര്യം ചെയ്യുന്ന, ഹാൻഡിൽ ചെയ്യുന്ന സപ്ലയേഴ്സിനെ ചൂസ് ചെയ്യുക, തിരഞ്ഞെടുക്കാനുള്ള അധികാരം അവരുമായിട്ട് ഒരു നിയമപരമായ ഇടപെടല് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യണം. ആൻഡ് കമ്പനി വിൽ ഡീൽ വിത്ത് ദ കീപ്പിംഗ് ദ ലീഗൽ ഇന്ററാക്ഷൻ വിത്ത് ദം. അവരുമായിട്ട് ഒരു നിയമപരമായിട്ടുള്ള ഇന്ററാക്ഷൻ നിലനിർത്തുകയും വേണം. വെറുതെ വാക്കുകൊണ്ട് പോരാ, അവരുമായിട്ട് എല്ലാ കാര്യങ്ങളും ലീഗൽ ആയിരിക്കണം. നിയമപരമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ നിലനിർത്തുകയും ചെയ്യണം. നെക്സ്റ്റ്, മാനേജിങ് എനി SLAs. സർവീസ് ലീഗൽ എഗ്രിമെന്റ്. SLA സർവീസ് ലീഗൽ എക്യുപ്മെന്റ്. സർവീസ് ലീഗൽ എക്യുപ്മെന്റ്, സേവന നിലവാര ഉടമ്പടികൾ. സർവീസ് ലീഗൽ എക്യുപ്മെന്റ്. മാനേജിങ് എനി SLAs that may be in place and managing any master agreement between the supplier and the company. അപ്പൊ നിലവിലുള്ള ഇപ്പൊ നമ്മൾ ഓൾറെഡി ഉള്ള SLA സർവീസ് ലീഗൽ എഗ്രിമെന്റ് മാനേജ് ചെയ്യുക, കൈകാര്യം ചെയ്യുകയും അതുപോലെ തന്നെ സപ്ലയേഴ്സും കമ്പനിയും തമ്മിലുള്ള ഏതെങ്കിലും മാസ്റ്റർ കരാറുകൾ കൈകാര്യം ചെയ്യണം. മാനേജിങ് എനി മാസ്റ്റർ എഗ്രിമെന്റ് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലുള്ളതാ? സപ്ലയേഴ്സ് ആൻഡ് കമ്പനി. കമ്പനിയും സപ്ലയറും തമ്മിലുള്ള മാസ്റ്റർ എഗ്രിമെന്റ് മാനേജ് ചെയ്യലും. പിന്നെ ഫോർത്ത് പോയിന്റിൽ വരുന്ന നോക്കിയേ, സ്റ്റാഫ് റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ് ആൻഡ് മാനേജ്മെന്റ്. സ്റ്റാഫ് റിക്രൂട്ട്മെന്റ്, സ്റ്റാഫിനെ ചേർക്കല്, റിക്രൂട്ട് ചെയ്യല്, സ്റ്റാഫിനെ ചേർക്കല്, അവർക്കുള്ള ട്രെയിനിങ് കൊടുക്കല് ആൻഡ് മാനേജ്മെന്റ്. ഇതെല്ലാം പർച്ചേസിംഗ് മാനേജറിന്റെ കീഴിൽ വരുന്നതാണ്. സ്റ്റാഫ് റിക്വയർമെന്റ്, സ്റ്റാഫിനെ പുതിയ സ്റ്റാഫുകളെ എടുക്കല്, ചേർക്കല്, അവർക്കുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കല് ആൻഡ് മാനേജ്മെന്റ്. നെക്സ്റ്റ് പോയിന്റ്, ഫിഫ്ത് പോയിന്റ് വരുന്ന കൊളാബറേഷൻ വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്, എസ്പെഷ്യലി ദ അക്കൗണ്ടിങ്, മാനുഫാക്ചറിങ് ആൻഡ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റ്. കൊളാബറേറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് എന്താ? കൊളാബറേറ്റ് ചെയ്യുക, സഹകരിച്ചു പോവുക, മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒന്ന് സഹകരിച്ചു പോവുക. എസ്പെഷ്യലി ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് നോക്കിയേ, ഡാറ്റ അക്കൗണ്ടിങ്, മാനുഫാക്ചറിങ് ആൻഡ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റ്. അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റും മാനുഫാക്ചറിങ് ആൻഡ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ആയിട്ട് നല്ലൊരു സഹകരണം, അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റും ഒക്കെ ആയിട്ട് സഹകരിച്ചു പോവുക. ഓക്കെ, കൊളാബറേറ്റ്, സഹകരിക്കുക. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, ബഡ്ജറ്റിംഗ്, കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് സേവിംഗ് ആഫ്റ്റർ അനലൈസിംഗ് ദ മാനേജ്മെന്റ് ഇൻഫർമേഷൻ അവൈലബിൾ. ബഡ്ജറ്റിംഗ്, ലഭ്യമായിട്ടുള്ള നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മാനേജ്മെന്റ് അതിന്റെ വിവരങ്ങൾ വിശകലനം ചെയ്ത ശേഷം ബഡ്ജറ്റിംഗ്, കോസ്റ്റിംഗ്, സേവിങ് ഇതൊക്കെ നടത്തുക. ബഡ്ജറ്റിംഗ്, കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് സേവിംഗ് എന്ത് നോക്കിയിട്ടാ? ആഫ്റ്റർ അനലൈസിംഗ് ദ മാനേജ്മെന്റ് ഇൻഫർമേഷൻ അവൈലബിൾ ആയിട്ടുള്ള, നമുക്ക് ലഭ്യമായിട്ടുള്ള മാനേജ്മെന്റ് ഇൻഫർമേഷൻ അനലൈസ് ചെയ്ത ശേഷം ബഡ്ജറ്റിംഗ്, അതിന്റെ കോസ്റ്റിംഗ്, കോസ്റ്റ് സേവിംഗ് ഒക്കെ നടത്തുക. നെക്സ്റ്റ്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ക്വാളിറ്റി ആൻഡ് അതർ ലീഗൽ നീഡ്സ്. ഓക്കെ, ഏതെങ്കിലും ഹെൽത്ത്, ആരോഗ്യം, ഹെൽത്ത്, സേഫ്റ്റി, സുരക്ഷ, ക്വാളിറ്റി ആൻഡ് അതർ ലീഗൽ നീഡ്സ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ നിലനിർത്തുക.
ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ക്വാളിറ്റി ആൻഡ് അതർ ലീഗൽ നീഡ്സ്. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിന്റെ ക്വാളിറ്റി, ഹെൽത്ത്, സേഫ്റ്റി ഇതൊക്കെ നിലനിർത്തുക. പിന്നെ ഓവർസീയിങ് എനി ലാർജ് പ്രൊക്യൂർമെന്റ് ദാറ്റ് മേ ബി ഹാപ്പൻ. ഏതെങ്കിലും വലിയ സംഭരണം, ലാർജ് പ്രൊക്യൂർമെന്റിന്റെ മേൽനോട്ടം വഹിക്കുക. ഓവർസീയിങ് ചെയ്യാന്ന് വെച്ചാൽ മേൽനോട്ടം വഹിക്കുക. ഓവർസീയിങ് എനി ലാർജ് പ്രൊക്യൂർമെന്റ് ദാറ്റ് മേ ബി ഹാപ്പൻ. ഏതെങ്കിലും വലിയ സംഭരണം ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അതിനെ ഓവർസീ ചെയ്യുക, മേൽനോട്ടം വഹിക്കുക. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് ലിയോസോൺ. ലിയോസോൺ എന്ന് വെച്ചാൽ ബന്ധം, റിലേഷൻഷിപ്പ്. കമ്മ്യൂണിക്കേഷൻ ഓർ കോപ്പറേഷൻ വിത്ത് വിച്ച് മേക്സ് ഈസി ഫോർ എ ക്ലോസ് വർക്കിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പീപ്പിൾ. ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള സഹകരണം, കോപ്പറേഷൻ, ഇത് ആളുകൾ തമ്മിലുള്ള അടുത്ത പ്രവർത്തനത്തിന്, വർക്കിംഗ് റിലേഷൻഷിപ്പ് അത് എളുപ്പമാക്കാൻ സഹായിക്കും. ആൻഡ് മേക്ക് ഈസി ഫോർ എ ക്ലോസ് വർക്കിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പീപ്പിൾ. ആളുകൾ തമ്മിലുള്ള വർക്കിംഗ് റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ക്ലോസ് ആക്കാൻ, ബന്ധം കുറച്ചും കൂടി എന്താ പറയാ എളുപ്പമാക്കാനായിട്ട് സഹായിക്കും. അതാണ് ലിയോസോൺ എന്ന് പറഞ്ഞ ബന്ധം എന്ന് പറഞ്ഞ ബന്ധം. എന്താണ്? കമ്മ്യൂണിക്കേഷൻ ഓർ കോപ്പറേഷൻ വിത്ത് വിച്ച് മേക്സ് ഈസി ഫോർ ക്ലോസ് വർക്കിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പീപ്പിൾ. ആളുകൾ തമ്മിൽ നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ്, നല്ലൊരു ബന്ധം, അവരുടെ കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ ഒരു നല്ല പ്രവർത്തന ബന്ധത്തിന് ഇടയാക്കും. ഇത്രയും കാര്യങ്ങൾ ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് മാനേജറിന്റെ കീഴിൽ വരുന്നതാണ്. 9 പോയിന്റ് ആയിട്ടാ പറയുന്നത്. ഓക്കെ, അപ്പൊ 9 പോയിന്റ്സും നിങ്ങൾക്കിതിപ്പോ വേറെ നമുക്ക് ഇങ്ങനെ പറയാനേ നിവൃത്തിയുള്ളൂ. നിങ്ങൾക്ക് അറിയാലോ, ആദ്യം മുതൽ നമ്മൾ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തപ്പോ പറഞ്ഞാണ് ഇത് കുറച്ച് ഒരു മറ്റതുപോലെ ഈസി ആയിട്ടുള്ള ഒരു ഇതല്ല, ഇച്ചിരി കൂടി ഒരു നമ്മൾ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് വായിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ പോയിന്റ് ഔട്ട് ചെയ്ത് ഇങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ. നിങ്ങൾ ഇന്ന് തന്നെ ഈ പോയിന്റ്സുകൾ ഒന്നുകൂടി ഒന്ന് വായിച്ച് ഒന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ. ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് മാനേജർ വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. അടുത്തതും കൂടി നമുക്ക് പറഞ്ഞിട്ട് ക്ലാസ് നിർത്താം. ഓക്കെ, എല്ലാം ഈ ഒരു ഇതിനകത്ത്. ഇനി അടുത്തത് ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് ക്ലർക്ക് ഫോർ അസിസ്റ്റന്റ്. ക്ലർക്സിന്റെ അല്ലെങ്കിൽ അസിസ്റ്റന്റിന്റെ അവർക്കുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞത് പർച്ചേസിംഗ് മാനേജറിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, നിങ്ങൾ അതൊന്ന് പിന്നീട് ഒന്ന് വായിച്ചു നോക്കാം. ഇതുകൂടി നമുക്ക് നോക്കാം. ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് ക്ലർക്ക് ഓർ അസിസ്റ്റന്റ്. പർച്ചേസിംഗ് ക്ലർക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ, അവർക്കുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ദ പർച്ചേസിംഗ് ക്ലർക്ക് അണ്ടർടേക്കൺ ഡേ ടു ഡേ വർക്ക്. ദൈനംദിന ജോലികൾ എല്ലാ ദിവസത്തെയും ഡേ ടു ഡേ വർക്ക് ഏറ്റെടുക്കുന്ന ആളാണ് പർച്ചേസിംഗ് ക്ലർക്ക് എന്ന് പറയുന്നത്. അണ്ടർടേക്കൺ ഡേ ടു ഡേ വർക്ക്, ദൈനംദിന ജോലികൾ ഏറ്റെടുക്കുന്നു. അത് എന്തൊക്കെ കാര്യങ്ങളാ? കളക്ട് ആൻഡ് മെർജ് പർച്ചേസ് ഓർഡർ ആൻഡ് പർച്ചേസ് റിക്വസിഷൻ സോ ആസ് ടു ഓർഡർ മെറ്റീരിയൽസ്, ഗുഡ്സ് ആൻഡ് സപ്ലൈസ്. നമ്മൾ പർച്ചേസ് ഓർഡർ എന്താ, പർച്ചേസ് റിക്വസിഷൻ എന്താന്നൊക്കെ പഠിച്ചു അല്ലെ? കളക്ട് ആൻഡ് മെർജ് ദ പർച്ചേസ് ഓർഡർ ആൻഡ് പർച്ചേസ് റിക്വസിഷൻ. പർച്ചേസ് ഓർഡർ, പർച്ചേസ് റിക്വസിഷൻ എന്നിവ കളക്ട് ചെയ്യുകയും അത് മെർജ് ചെയ്യാന്ന് വെച്ചാൽ അതിലേക്ക് ലയിപ്പിക്കുകയും ചെയ്യുക. കളക്ട് ആൻഡ് മെർജ് പർച്ചേസ് ഓർഡർ ആൻഡ് പർച്ചേസ് റിക്വസിഷൻ
സോ ആസ് ടു ഓർഡർ മെറ്റീരിയൽ, ഗുഡ്സ് ആൻഡ് സപ്ലൈസ്. അതുപോലെ തന്നെ മെറ്റീരിയലുകള്, സപ്ലൈകള് എന്നിവ ഓർഡർ ചെയ്യുകയും ചെയ്യുക. ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ അവര് ഓർഡർ ചെയ്യണം, ഓർഡർ ചെയ്യുകയും ചെയ്യുക. സോ ആസ് ടു ഓർഡർ മെറ്റീരിയൽസ്, ഗുഡ്സ് ആൻഡ് സപ്ലൈസ്. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഡെലിവർ ദം ടു ദ സപ്ലയേഴ്സ്. രണ്ടാമത്തെ പോയിന്റ് എന്താ? അത് സപ്ലയറിന് ഡെലിവർ ചെയ്യുക. ഓർഡർ സപ്ലയറിന് ഡെലിവർ ചെയ്യുക. ഡെലിവർ ദം ടു ദ സപ്ലയേഴ്സ്. സപ്ലയേഴ്സിന് അത് ഡെലിവർ ചെയ്യുക. തേർഡ് പോയിന്റ്, റിഫ്രഷ് സ്റ്റോക്ക് ആൻഡ് ഓർഡർ ആസ് റിക്വയർഡ്. റിഫ്രഷ് ചെയ്യുക, ആവശ്യാനുസരണം സ്റ്റോക്കുകള് എന്താ റിഫ്രഷ് ചെയ്യുക, പുതുക്കി സ്റ്റോക്ക് പുതുക്കി ഓർഡർ ചെയ്യുക. റിഫ്രഷ് സ്റ്റോക്ക് ആൻഡ് ഓർഡർ ആസ് റിക്വയർഡ്. ആവശ്യമാണെങ്കിൽ, ആവശ്യാനുസരണം ആവശ്യമാണെങ്കിൽ സ്റ്റോക്ക് ഓർഡറും ഒക്കെ റിഫ്രഷ് ചെയ്യുക, പുതുക്കി ഓർഡർ ചെയ്യുക. ആവശ്യാനുസരണം സ്റ്റോക്ക് പുതുക്കി ഓർഡർ ചെയ്യുക. നെക്സ്റ്റ്, കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സപ്ലൈസ് ഓൺ എ ഡെയിലി ബേസിസ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, സപ്ലയർ എന്നാട്ടോ അവിടെ. കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സപ്ലയർ. സപ്ലയറുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ഓൺ എ ഡെയിലി ബേസിസ്. നമ്മൾ ഡെയിലി ബേസിൽ അവര് ഈ സപ്ലയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ഒന്നാമത്തെ എന്താ പറഞ്ഞേ? കളക്ട് ആൻഡ് മെർജ് പർച്ചേസ് ഓർഡർ ആൻഡ് പർച്ചേസ് റിക്വസിഷൻ. പർച്ചേസ് ഓർഡർ, പർച്ചേസ് റിക്വസിഷൻ എന്നിവ കളക്ട് ചെയ്യുകയും അത് മെർജ് ചെയ്യുകയും ചെയ്യുക. പിന്നെ അതുകൂടാതെ സോ ആസ് ടു ഓർഡർ മെറ്റീരിയൽ, ഗുഡ്സ് ആൻഡ് സപ്ലൈസ്. മെറ്റീരിയൽസ്, ഗുഡ്സ്, സപ്ലൈസ് ഇതൊക്കെ അവർക്കിടെയൊക്കെ ഓർഡർ, അതേ മെറ്റീരിയൽ എന്നിവയൊക്കെ ഓർഡർ ചെയ്യുക ചെയ്യുക. ഗുഡ്സ്, സപ്ലൈകള് ഇതൊക്കെ എന്ത് ചെയ്യുക? ഓർഡർ ചെയ്യുക. ഓർഡർ മെറ്റീരിയൽ, ഗുഡ്സ് ആൻഡ് സപ്ലൈസ്. പിന്നെ അടുത്തത് അത് എന്ത് ചെയ്യണം? ഡെലിവർ ദം ടു ദ സപ്ലയേഴ്സ്. സപ്ലയറിന് അത് ഡെലിവർ ചെയ്യണം. പിന്നെ അടുത്തത് റിഫ്രഷ് സ്റ്റോക്ക് ആൻഡ് ഓർഡർ ആസ് റിക്വയർഡ്. ആവശ്യാനുസരണം നമ്മൾ ഈ സ്റ്റോക്ക് പുതുക്കി ഓർഡർ ചെയ്യണം. റിഫ്രഷ് സ്റ്റോക്ക് ആൻഡ് ഓർഡർ ആസ് റിക്വയർഡ്. നെക്സ്റ്റ്, കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സപ്ലയർ ഓൺ എ ഡെയിലി ബേസിസ്. ഡെയിലി ബേസ് ആയിട്ട് സപ്ലയേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നെക്സ്റ്റ് നോക്കിയേ, സ്ക്രൂട്ടിനൈസ് ഡെലിവറീസ് എഗൻസ്റ്റ് ദ ഓർഡർ. നമ്മൾ കൊടുക്കുന്ന ഓർഡറുകൾക്ക് എതിരെയുള്ള ഡെലിവറികൾ സൂക്ഷ്മമായി പരിശോധിക്കുക. സ്ക്രൂട്ടിനൈസ് ചെയ്യാന്ന് വെച്ചാൽ സൂക്ഷ്മ പരിശോധന, സൂക്ഷ്മമായി പരിശോധിക്കുക. സ്ക്രൂട്ടിനൈസ് ഡെലിവറീസ് എഗൻസ്റ്റ് ദ ഓർഡർ. ഓർഡറുകൾക്ക് എതിരെയുള്ള ഡെലിവറികൾ. ഡെലിവർ എഗൻസ്റ്റ് ഓർഡർ. നമ്മൾ ഓർഡർ കൊടുത്തതിന് എതിരായിട്ട് വരുന്ന ആ ഡെലിവറികൾ അത് സ്ക്രൂട്ടിനൈസ് ചെയ്യുക, സൂക്ഷ്മ പരിശോധന നടത്തുക. ട്രേസ് ദ സ്റ്റാറ്റസ് ഓഫ് എനി ഓർഡർ. ഓർഡർ എന്നാട്ടോ അവിടെ. ട്രേസ് ദ സ്റ്റാറ്റസ് ഓഫ് എനി ഓർഡർ. ഓർഡറിന്റെ സ്റ്റാറ്റസ് കണ്ടെത്തുക. ട്രേസ് ദ സ്റ്റാറ്റസ്, സ്റ്റാറ്റസ് കണ്ടെത്തുക ഓഫ് എനി ഓർഡർ. നെക്സ്റ്റ് പോയിന്റ്, ഹാൻഡിൽ വിത്ത് ദ നോൺ സപ്ലൈഡ് ഓർഡേഴ്സ്, അണ്ടർ ഓർഡേഴ്സ്, ഓവർ ഓർഡേഴ്സ് ആൻഡ് ഡാമേജ്ഡ് ഗുഡ്സ്. വിതരണം ചെയ്യാത്ത ഓർഡറുകൾ, നോൺ സപ്ലൈഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ സപ്ലൈ ചെയ്യാത്ത ഓർഡറുകൾ, അണ്ടർ ഓർഡർ, ഓർഡറുകൾക്ക് കീഴിൽ വരുന്ന ഓർഡർ, അണ്ടർ ഓർഡേഴ്സ്, ഓവർ ഓർഡർ, അധികമായിട്ടുള്ള ഓർഡറുകൾ, ആൻഡ് ഡാമേജ്ഡ് ഗുഡ്സ്, കേടായ സാധനങ്ങൾ എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക. ഹാൻഡിൽ വിത്ത് നോൺ സപ്ലൈഡ് ഓർഡേഴ്സ്, under orders, over orders and damaged goods. Next, second last point, make sure that any invoice are sent to the accounts for payment. അടുത്ത നോക്കിയേ, പേയ്മെന്റിനായി എന്തെങ്കിലും ഇൻവോയ്സ്, ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ബില്ല്. ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ ബില്ല്. പേയ്മെന്റിനായിട്ട് എന്തെങ്കിലും ബില്ലുകൾ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. Make sure that any invoice are sent to account for payment. പേയ്മെന്റിനായിട്ട് ഏതെങ്കിലും ബില്ലുകൾ അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ലാസ്റ്റ് പോയിന്റ്, ജനറേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഓൾ റിപ്പോർട്ട്സ്. എല്ലാ റിപ്പോർട്ട്സുകളും ജനറേറ്റ് ചെയ്യുക, സൃഷ്ടിക്കുകയും അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുക, പരിപാലിക്കുകയും ചെയ്യുക. ഇത്രയും ക്ലർക്ക് ഓർ അസിസ്റ്റന്റിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. അപ്പൊ നിങ്ങൾ ഇത് ഇന്ന് തന്നെ ഈ പോയിന്റ്സുകൾ ഒക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഈ ഓരോന്നിന് കീഴിൽ വരുന്ന പോയിന്റ്സ് ഏതാന്നുള്ളത് മനസ്സിലാക്കി വെക്കുക.
ഇപ്പൊ നമ്മൾ പറഞ്ഞത് 5 സ്ക്രൂട്ടിനൈസ് ഡെലിവറീസ് എഗൻസ്റ്റ് ദ ഓർഡർ. ഓർഡറിന് എതിരായിട്ട് വരുന്ന ഡെലിവറികൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുക. പിന്നെ ട്രേസ് ദ സ്റ്റാറ്റസ് ഓഫ് എനി ഓർഡർ, ഏത് ഓർഡറിന്റെയും സ്റ്റാറ്റസ് ട്രേസ് ചെയ്യുക. പിന്നെ ഹാൻഡിൽ വിത്ത് സപ്ലൈ ചെയ്യാത്ത ഓർഡറുകൾ, ഓർഡറിന്റെ കീഴിൽ വരുന്ന അണ്ടർ ഓർഡർ, അധികമായിട്ടുള്ള ഓർഡർ, ഡാമേജ്ഡ് ഗുഡ്സ്, കേടായ സാധനങ്ങൾ എന്നിവയെല്ലാം ഹാൻഡിൽ ചെയ്യുക. പിന്നെ മേക്ക് ഷുവർ ദാറ്റ് എനി ഇൻവോയ്സ് ആർ സെൻഡ് ടു അക്കൗണ്ട്സ് ഫോർ പേയ്മെന്റ്. പേയ്മെന്റിനായിട്ട് എന്തെങ്കിലും ബില്ല് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ജനറേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഓൾ റിപ്പോർട്ട്സ്, എല്ലാ റിപ്പോർട്ട്സും ജനറേറ്റ് ചെയ്യുക, സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ ഈ പോയിന്റ്സ് ഒന്ന് റീഡ് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് നമ്മൾ ലീസിങ് എന്താന്ന് പറഞ്ഞു, നമ്മൾ പാട്ടത്തിന് കൊടുക്കുന്നതാണ് ലീസിങ്. ലീസിങ് ഓഫ് എക്യുപ്മെന്റ്, അവിടെ ലെസോ ആരാന്ന് പറഞ്ഞു, ലെസി പറഞ്ഞു, അത് രണ്ടും നോക്കണം. പിന്നെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, ലീസിങ്ങിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഡിസ്അഡ്വാൻറ്റേജ് എന്തൊക്കെയാന്ന് പറഞ്ഞു. പിന്നെ നമ്മളൊരു എക്യുപ്മെന്റ് സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ സംഭരണം സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിൾ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇത് പറഞ്ഞു, റെസ്പോൺസിബിലിറ്റി. പിന്നെ ലാസ്റ്റ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് മാനേജർ, പർച്ചേസിംഗ് മാനേജറിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ. പിന്നെ അടുത്ത ലാസ്റ്റ് അല്ല ഒരെണ്ണം കൂടി പറഞ്ഞായിരുന്നു നമ്മള് ക്ലർക്കിന്റെ, പർച്ചേസിംഗ് ക്ലർക്ക് ഓർ അസിസ്റ്റന്റ്, ഇതിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ. അപ്പൊ ഇത്രയും പോയിന്റ് ആയിട്ടാ തന്നേക്കുന്നത്. ഇന്ന് തന്നെ ഈ പോയിന്റ്സ് ഒന്ന് വായിക്കണം. ഓക്കെ അല്ലേ? എല്ലാരും വായിക്കൂല്ലേ ഇന്ന്? ഇന്ന് തന്നെ ഒന്ന് വായിച്ചു വെക്കാം കേട്ടോ. ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്, അതുകൊണ്ട് അന്നുള്ളത് തന്നെ നമ്മൾ നോക്കി പോകണം. ഇത്രയും ദിവസമൊക്കെ അവധിയല്ലായിരുന്നോ? ഇനി നമ്മൾ വീണ്ടും പഠിക്കാൻ തുടങ്ങാം. ഇന്ന് തന്നെ ഇത്രയും കാര്യങ്ങൾ രണ്ടുപേരും ഒന്ന് റീഡ് ചെയ്ത് വെക്കാം. അപ്പൊ ക്ലാസ് ഇനി കാണുന്നവരും എല്ലാവരും ഓക്കെ. ഇന്ന് ക്ലാസ് ചെയ്യാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പൊ നെക്സ്റ്റ് ടീച്ചർക്ക് വരും. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.